കോളേജ് ബസ് പോയിട്ടുണ്ടാവും. അതൊന്നുമില്ല, ബസ്സൊക്കെ കിട്ടും. ഞങ്ങൾ പോവാ. എന്തോ എന്നെ കൊണ്ട് വയ്യ. ഞാൻ എപ്പോ ഒരുങ്ങി നിക്കാന്നറിയോ? താത്ത കാരണം എപ്പോഴും ബസ് പോലെ. ബസ് പോണെങ്കിൽ പോട്ടടി, നമുക്ക് നാടൊക്കെ കണ്ട് നടക്കാലോ. എന്നാ അതോടുകൂടി നമ്മുടെ കോളേജിൽ പോക്ക് നിൽക്കും. എന്നായാലും ഇതൊക്കെ നിൽക്കും. അതുവരെയെങ്കിലും ഇങ്ങനെ പറഞ്ഞു നടക്കാലോ. ഇന്നെന്തായാലും പറക്കണ്ട. ബസ് വരണുണ്ട്, വേഗം വാ. In this context, I like to quote the famous lines of Simone de Beauvoir. She is the deep reality, hidden under the appearance of things, the kernel, the marrow. She heals and strengthens. She is the intermediary between man and life. Life comes from God. Therefore, she is the intermediary between humanity and God. She is the deep reality, hidden under the appearance of things, the kernel, the marrow. She heals and strengthens. She is intermediary between men and life. Life comes from God. Therefore, she is intermediary between humanity and God. എങ്ങനെയുണ്ട്? നന്നായിണ്ട്. ഈ ചെറിയ കളിയൊക്കെ ഇപ്പൊ നിക്കുമല്ലോ. എങ്ങനെ? താത്താനെ ഏതോ ഒരു കുഞ്ഞാപ്പ് കാണാൻ വരണ്ടല്ലോ നാളെ. പഠിപ്പില്ലാത്തൊരു പണച്ചാക്ക്. ചെന്ന് പറയ്. പോ. വേണ്ട, നമുക്ക് പോ. പോ. അയ്യോ. അത് എന്തേ? വല്യപ്പാനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനെന്താ? അനക്ക് എപ്പോഴും പറഞ്ഞൂടെ? വല്യപ്പ ഓൾക്ക് വാക്ക് കൊടുത്തു. കൊടുത്തു. എന്തേ? വല്യപ്പ തീരുമാനിക്കണ ആരായാലും എനിക്കൊരു കുഴപ്പമില്ല. കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരാളായ നന്നായിരുന്നു. ഞാൻ ഇപ്പം എന്താ അവളോട് പറയാ? മോളെ ഏതായാലും പോയി കിടക്ക്. വല്യപ്പൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും നമ്മൾ ഓരോട് ചെയ്തത് തറവാട്ടുകാർക്ക് ചേർന്ന പണിയല്ല. ചെക്കനെ പഠിപ്പില്ലാന്നും പറഞ്ഞ് കല്യാണം വേണ്ട നിൽക്കുന്നത് ഈ തറവാട്ടിൽ ആദ്യമായിട്ടാ. നമ്മളത്ര പേരും പ്രശസ്തി ഇല്ലാന്നേ ഉള്ളൂ. ഗൾഫിലും നാട്ടിലായിട്ട് കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ഏർപ്പാടുള്ളവരാവൂല്. പഠിപ്പില്ലാത്തവനെ കൊണ്ട് കെട്ടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇത്താത്താനെ കോളേജിൽ അയച്ചത്? ആ അതന്നെ എനക്കും പറ്റിയ കുഴപ്പം. നല്ലോണം ഓർമ്മിച്ചോളൂണ്ടി. കൊടിയത്തൂരെ സായിബിന്റെ പേരക്കുട്ടിയാ. ചൊറുക്കൊണ്ടും പഠിപ്പോണ്ടും നമ്മളെ സമീറാക്ക് ഒത്ത പുതിയാപ്ല. അല്ലെങ്കിലും ഓലായിട്ടൊരു കൂട്ടിക്കൊളുത്തൽ നമുക്ക് ആവശ്യമാണ്. സായിബ് ആളൊരു മുത്തച്ഛൻ തന്നെയാണ്. പക്ഷെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഈ മതേതരത്വം പറഞ്ഞു നമ്മളെ മേത്തേക്ക് പാഞ്ഞു കയറുന്ന ഒരു പണി പണ്ടുണ്ട് മൂപ്പർക്ക്. അതുകൊണ്ടല്ലേ നമ്മളാൾക്കാർ മൂപ്പരെ പണ്ട് കാഫർ എന്ന് വിളിച്ചത്. എങ്ങനെ വിളിക്കാതിരിക്കുക? പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞപ്പോ അതിന് എതിർക്കാൻ മൂപ്പര് മുമ്പിൽ. പിന്നെ നമ്മളെ ആൾക്കാർ മാപ്പിളസ്ഥാൻ വേണമെന്ന് പറഞ്ഞപ്പോഴും അതിനെ എതിർക്കാനും മൂപ്പര് തന്നെ മുമ്പിൽ. സംഗതി എന്തായാലും സമീറാന്റെ ഡിമാൻഡിനേക്കാൾ വലിയ ഡിഗ്രി ഓനിപ്പം തന്നെ ഉണ്ട്. പോരാത്തിന് വലിയ എന്തോ ഡിഗ്രി എടുക്കാനായിട്ട് ഓനിപ്പോൾ അലിഗർക്ക് പോകുകയാണല്ലോ. പിന്നെ സാമ്പത്തികം അതിപ്പോൾ നമ്മളത്ര വെക്കൂല. അതൊന്നും ഇപ്പം നമ്മൾ നോക്കണ്ട. ഓനും ഓക്കും വേണ്ടൊക്കെ ചെയ്തു കൊടുക്കാൻ ഇപ്പം നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. പിന്നെ സുലൈമാനെ, നമ്മളെ മാട്ടുമല എത്തിങ്ങാൻ്റെ ആൾക്കാരെന്ന് തോന്നുന്നു പുറത്ത് നിൽക്കുന്നുണ്ട്. ഓലെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് എന്തേലും ചെയ്തു കൊടുക്ക്. എത്രയും വേണ്ടിയേ? ഒരു 25,000. ആയിക്കോട്ടെ.
അസ്സലാമു അലൈക്കും. വാലേക്കും സ്ലാം. ഇരിക്കി. വേണ്ട ഞാനിവിടെ ഇരിക്കേ. ഓ അന്നെ ഇപ്പൊ കാണാനില്ലല്ലോ സുലൈമാനെ. എവിടെയാണിപ്പം? ഞാൻ വന്നത് അൻവറിനൊരു ആലോചന കൊണ്ടാ. നമ്മളെ കുഞ്ഞിക്കോയ മുസ്ലിയാരുടെ പേരക്കുട്ടിയാ. അതൊക്കെ കുറച്ച് കൂടുതലല്ലേ സുലൈമാനെ? നിങ്ങൾ വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങൾ. മൂപ്പര പേരക്കുട്ടിക്ക് ആവശ്യം പഠിപ്പും ബവരമുള്ള പുതിയാപ്പിളേനെ. എനിക്ക് പഠിപ്പുള്ളവരോട് വലിയ ബഹുമാനാ. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതിന് മെനക്കെട്ട് ഇറങ്ങിയത്. ഞമ്മക്കോ പഠിക്കാൻ പറ്റില്ല. 4ാം ക്ലാസ്സിൽ 4 കൊല്ലം ഇരുന്നപ്പോൾ കണാര മാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞ്, സുലൈമാനെ ഒന്നില്ലെങ്കിൽ ഈ പഠിപ്പ് നിർത്തുക, അല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്താമെന്ന്. മാസ്റ്റർ ഇടങ്ങിറക്കണമെന്ന് കരുതി ഞാനാ ഏർപ്പാട് നിർത്തി. അതുകൊണ്ട് നേരത്തെ കാലത്തെ വായ്ക്കല കച്ചവടം തുടങ്ങാൻ പറ്റി. ഇപ്പൊ എങ്ങനെയുണ്ട് നിന്റെ കച്ചവടം? വായ്ക്കൊല മോശമായപ്പോൾ ഞാൻ പുതിയ ഏർപ്പാട് തുടങ്ങി. അതെന്തേ സുലൈമാനെ? ഞാനൊരു BEd കോളേജ് തുടങ്ങി. അതെങ്ങനെയാടാ? ഇപ്പൊ എങ്ങനെയെന്ന് ചോദിച്ചാ, ഇപ്പൊ നമ്മുടെ ആൾക്കാരില്ലേ, അത് ശരി. ചുരുക്കത്തിൽ ഇപ്പൊ 2 BEd കോളേജ് ഉണ്ട്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് ഇങ്ങനെ ചൂണ്ടലിട്ട് നിൽക്കാണ്. ചിലപ്പോ കുത്തിക്കൂടായില്ല, കിട്ടിയ കഴിച്ചില്ലേ. കല്യാണക്കാര്യം എനിക്ക് ആരോടും ഒരു വൈരാഗ്യവും വിരോധവും ഇല്ല. ഓ കല്യാണക്കാരെ ഓനോട് എന്നെ സംസാരിക്കണം. ഓനല്ലേ കെട്ടേണ്ടത്. വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. വരി. ഇരിക്ക്. നിങ്ങൾ അങ്ങോട്ട് ഇരിക്കും. ശരിക്കും നോക്കിക്കോ. ഒരു ചങ്ങായിയാ? അതെ. ആ ആ യാത്രയൊക്കെ സുഖമായല്ലോ അല്ലേ? ആ അകത്ത് രോഗികൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇരിക്കി, ഞാൻ ഇപ്പൊ വരാം. ഇരിക്കി ഇരിക്കി. എങ്ങനെയുണ്ട്? എന്നാ ഓളെ ഒന്ന് കണ്ടോട്ടല്ലോ ഉസ്താദേ. അല്ല പിന്നെ വരി. വരുന്നുണ്ട്. മോൾക്ക് അല്ലോ ഞാൻ പോവാ. ഈ പോലെ എന്റെ കൂടെ നിൽക്ക്. അതൊന്നും വേണ്ട. പ്ലീസ് എന്താ ലിറ്ററേച്ചർ തന്നെ എടുക്കാൻ കാരണം? ഇഷ്ടായോണ്ടാ. ശരിക്കും ഇഷ്ടമായോ? അല്ലോ ഞാൻ അതല്ല. വരി, നീ ചായ കുടിക്കാം. He talks, turning his sun stained. എന്തൊരു വർണ്ണനയാ. അന്നോട് അത് വായിക്കാൻ പറഞ്ഞു. വായിച്ചതാ കുറ്റം.